കലക്കിട ചേച്ചി. ബോധം കെടണമെങ്കിൽ ഇങ്ങനെ ബോധം കെടണം. താജ് ഹോട്ടലിലെ പ്രസിഡന്റിന്റെ മുമ്പിൽ. ഏയ്, ആ എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ എല്ലാരും എന്നെ കളിയാക്കിക്കൊല്ല റെഡിയായിട്ട് നിൽക്കുമായിരിക്കുമല്ലേ? അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഓ എന്റെ ഈശ്വരാ. അതെ, ശരിക്കും താൻ ബോധം കെട്ട് വീണതാണോ അത് ഒഴിവാക്കാൻ വേണ്ടി ബോധം കെട്ട് വീണതായിട്ട് അഭിനയിച്ചതാണോ? ശരിക്ക് വീണതാടോ. തലേന്ന് ഏതോ കൊള്ള സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ നമ്മളെ കൊണ്ടുപോകുന്നു. പിറ്റേന്ന് രാവിലെ മുതൽ കുറെ തടിമാടന്മാര് നമ്മുടെ ചുറ്റും നിന്ന് ഇരിക്കരുത്, ശ്വാസം വിടരുത് എന്നൊക്കെ പറയുന്നു. ടൈം ബോംബിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെയാടോ നമ്മുടെ എള്ളുണ്ടിയെ കുറിച്ചൊക്കെ അവര് സംസാരിക്കുന്നത്. പിന്നെ ഒരു ഹാളിൽ കൊണ്ടിരുത്തി ആകാശം ഇടിഞ്ഞു വീഴുന്നേന്ന് പറയുന്ന പോലെ ദേ പ്രസിഡന്റ് വരുന്നേന്നും പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുന്നതിന് മുമ്പ് വേറെ 2 രാക്ഷസന്മാരുടെ കൂടെ അങ്ങേര് നേരെ കേറി വന്ന് എന്റെ മുമ്പിൽ വന്ന് നിന്നു. പിന്നെ കണ്ണു തുറക്കുമ്പോ ഞാൻ ആശുപത്രിയിലാ. ഓ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര പേര് അങ്ങേരെ മുന്നിൽ ബോധം കെട്ട് വീണിട്ടുണ്ടാവല്ലേ? ഇല്ല, ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാ ലച്ചു പറഞ്ഞത്. താനേതായാലും വാ. ഏയ് അല്ല, ഞാനിപ്പോ പാടോ, തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. തനിക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. എന്താ? നന്നായി. അതെന്താ? ഒന്നും കാണേണ്ടി വരില്ലല്ലോ. ചേച്ചി, ഗുഡ് മോർണിംഗ്. സാറേ, നമ്മുടെ DMO ഓഫീസിൽ നിന്ന് വന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കുന്ന കാര്യം. എന്തൊക്കെ ഐറ്റംസ് വേണമെന്നൊരു ലിസ്റ്റ് എടുക്കണം. പ്രധാനമായിട്ട് എന്താ? പഞ്ഞി, പ്ലാസ്റ്റർ, ഡെറ്റോൾ. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഇവിടെ? എന്റെ സാറേ, ആർക്ക് എന്ത് എപ്പോ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? ജയചന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ പ്രായമായിക്കൊണ്ടിരിക്കുക. നിനച്ചിരിക്കാതെ ഒരു വല്ലായിക വന്ന തന്നെയല്ല. കഴിഞ്ഞ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പ്രസിഡന്റ് പറഞ്ഞു എല്ലാ ഓഫീസിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കണോന്ന്. പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞോ? പിന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്. യൂട്യൂബ് സംസാരിക്കാലോ അല്ലേ? എന്താ? ആ എൻക്വയറി റിപ്പോർട്ടിന്റെ കാര്യം പറയാൻ ഇന്നലെ ആ തമ്പി വന്നിരുന്നു. വില്ലേജ് ഓഫീസറുടെ ഭാര്യ ബോധം കെട്ട് വീണതുകൊണ്ട് 2 ദിവസം വൈകുന്ന് നിരുപമയോട് പറയാൻ പറഞ്ഞു. ലച്ചു, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ? ഒന്നും പറയുന്നില്ല അച്ഛാ. മോളെ, എന്തോ പേടി തട്ടിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ കാലല്ലേ. ഞാൻ ആ നന്ദിതി ഒന്ന് വിളിക്കട്ടെ. ആരെയും വിളിക്കണ്ട, ഞാൻ ഇനി സ്കൂളിൽ പോണില്ല, അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ എന്നെ കാണുമ്പോ ഫെയിന്റ് ചെയ്ത് വീഴാ, അറിയോ? ഫെയിന്റ് ചെയ്ത് വീഴാന്ന് വെച്ചാ തല കറങ്ങി വീഴുന്നു. ഓ, ഞാൻ നാളെ നിന്റെ കൂടെ വന്ന് പ്രിൻസിപ്പാളിനോട് സംസാരിക്കാം. എന്ത് തോന്നിയ വാസം കാണിക്കാന്ന് വെച്ചാ? സംസാരിച്ചോ, പക്ഷെ സംസാരിക്കുമ്പോ അയർലൻഡിൽ പോകാൻ പറ്റത്തിന് കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം. ഷട്ടിൽ അടിച്ചപ്പോ തലറങ്ങി വീണതിന് കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം. എല്ലാവർക്കും ഉണ്ട് അമ്മമാര്, എനിക്ക് മാത്രം പറയണ നല്ല വിശേഷമില്ല ഇതുവരെ. പ്രിൻസിപ്പളോട് അച്ഛന് സംസാരിക്കാം, പക്ഷെ ഫേസ്ബുക്കിലെ നിരുപമ ജോക്സിനെ പറ്റി ആരോടാ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നേ? റെക്കോർഡ് നമ്പർ ഓഫ് ലൈക്സാ, തുറന്നു നോക്ക്. The birds of paradise are remarkable not only for their exceptional beauty, but ലച്ചു, most നീങ്ങി വാ. otherworldly appearance. ഒരു ചെറിയ കളിയാക്കൽ കേട്ട ഉടനെ അങ്ങ് വാടിത്തളർന്ന് വീണേക്കുവോ ഇപ്പോഴത്തെ പിള്ളേര്. ഒരു റിയൽ പ്രശ്നം വന്നാൽ ഇവർക്ക് എങ്ങനെയാ ഫേസ് ചെയ്യാൻ പോകുന്നത്? അതെങ്ങനെയാ, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫേസ്ബുക്ക് അല്ലേ?
but as veritable living textbooks on adaptation and sexual selection. അവൾക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം. ഇതെന്ത് സാധനാന്നാ പറഞ്ഞത്? ഡെത്ത് ബൈ ചോക്ലേറ്റ്. ഡെത്തോ? ഐസ്ക്രീമിൽ വരെ വയലൻസ് ആയി. നമ്മുടെയൊക്കെ കാലത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ജോയ് ഐസ്ക്രീമാ. അതും വർഷത്തിലൊരിക്കൽ ആരെങ്കിലും മേടിച്ച് തന്നാ തന്നു. ദേ ഇത് കുറച്ച് എടുക്കട്ടോ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. അയ്യോ എനിക്ക് വേണ്ട. അമ്മയ്ക്ക് മടക്കുമ്പോ നിർത്തിക്കോ, ബാക്കി ഞാൻ തട്ടിക്കോളാം. ഞാൻ അവിടെ ഇരിക്കുന്ന ഫിഷ് ടാങ്ക് കണ്ടിട്ട് വരാം. റിയലി ക്യൂട്ട്. സൂക്ഷിച്ച്. പാവം. ഞാൻ കാരണം രാജീവിനും ഓഫീസിൽ അത്യാവശ്യം കളിയാക്കല് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സോറി. ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുക. ഞങ്ങളെന്ന് വെച്ചാ? ഞാനും ലച്ചു. അവിടെ ചെന്ന് അവളൊരു ടെസ്റ്റ് എഴുതണം. പാസ്സായ 9th തന്നെ അഡ്മിഷൻ കിട്ടും. അതവൾ ക്ലിയർ ചെയ്യും. ഇവിടുത്തെ സ്കൂൾ റെക്കോർഡ്സ് ഇംപ്രസീവ് ആയതുകൊണ്ട് അക്കാഡമിക്കായിട്ട് തീരണമെന്നില്ല. ഒരു 2 bedroom അപ്പാർട്ട്മെന്റ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാ. തുടക്കത്തിൽ എനിക്ക് വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല. അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡൊന്നുമില്ല. അതുകൊണ്ട് നിനക്കൊരു ജോലിയില്ല, നമുക്ക് 3 ആൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതും ശരിയല്ലല്ലോ. അങ്ങോട്ട് വരാനേ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ, നിനക്കൊരു ജോലിയോ എനിക്കൊരു ബെറ്റർ പ്ലേസ്മെന്റോ കിട്ടുന്ന സമയത്ത്. ആ സമയം എന്നാണെന്ന് പറയാൻ പറ്റുമോ രാജീവിന്? 1 വർഷം? 2 വർഷം? അതുവരെ ഞാൻ എന്ത് ചെയ്യണം? എന്നത്തെയും പോലെ രാവിലെ ഓഫീസിൽ പോവുക, തിരിച്ചു വരിക അല്ലേ? അത് മാത്രമാണോ നിമ്മി? ഇവിടെയും കാര്യങ്ങളില്ലേ? എന്ത് കാര്യമാണ് രാജീവ്? ഞാൻ നോക്കാൻ മാത്രം അച്ഛനും അമ്മയ്ക്കും ആരോഗ്യക്കുറവൊന്നുമില്ല. ഇപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവര് തന്നെയാ. അത് രാജീവിനും അറിയാം. എന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ലച്ചുവും രാജീവുമാ. നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. രാജീവിന്റെ സ്വപ്നമാണ്, എനിക്കറിയാം. അതിന് ഞാൻ തടസ്സം നിൽക്കില്ല. പക്ഷെ ലച്ചു കൊച്ചുകുട്ടിയാണ് രാജീവ്. അവക്ക് ഞാൻ വേണം. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് അവൾക്കുണ്ട്. അത് അവൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും ഇല്ലേ അവിടെ. അവൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഓപ്പർച്യൂണിറ്റിയേക്കാൾ ആവശ്യമുള്ള ചിലതുണ്ട്. ഒരമ്മയ്ക്ക് മാത്രം ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് അവക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ രാജീവ് മനസ്സിലാക്കണം. നിമ്മി, നീ ആദ്യം സെന്റിമെന്റ്സ് മാറ്റി വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അമ്മയാണെന്നുള്ള സെന്റിമെന്റ്സ് ആണോ ഞാൻ മാറ്റിവെക്കേണ്ടത്? അത് മാറ്റിവെച്ചിട്ട് എനിക്ക് ഒന്നും സ്ട്രെയിറ്റ് ആയിട്ട് കാണണ്ട. അയർലൻഡിൽ ഒരു നമ്പർ 1 സ്കൂളും ഒരു ഇന്റർനാഷണൽ സിലബസും കാണണ്ട. ലച്ചുവിനെ എനിക്കിവിടെ വേണം രാജീവ്. ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുക അവള്. ഇനി വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് ചിലപ്പം അവളെ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ വരാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഉറപ്പില്ല. അവൾ അവിടെയുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അതറിഞ്ഞിട്ടും ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാ ബാക്കി എല്ലാവരെയും പോലെ ഇവിടുത്തെ ലൈഫിൽ അവൾ കുരുങ്ങി പോകുന്നുള്ള പേടി കൊണ്ടാണ്.